വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 9-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചനങ്ങൾ. യേശു തോണിയിൽ കയറി കടൽ കടന്ന് സ്വന്തം പട്ടണത്തിലെത്തി. അവർ ഒരു തളർവാദ രോഗിയെ ശയ്യയോടെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവരുടെ വിശ്വാസം കണ്ട് അവൻ തളർവാദ രോഗിയോട് അരുളിച്ചെയ്തു, മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നിയമജ്ഞരിൽ ചിലർ പരസ്പരം പറഞ്ഞു, ഇവൻ ദൈവദൂഷണം പറയുന്നു. അവരുടെ വിചാരങ്ങൾ ഗ്രഹിച്ച യേശു ചോദിച്ചു, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? ഏതാണ് എളുപ്പം, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്കുക എന്ന് പറയുന്നതോ? ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കുവാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിനാണിത്. അനന്തരം അവൻ തളർവാദ രോഗിയോട് പറഞ്ഞു, എഴുന്നേറ്റ് നിന്റെ ശയ്യയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. അവൻ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. ഇത് കണ്ട് ജനക്കൂട്ടം ഭയചകിതരായി. മനുഷ്യർക്ക് ഇത്തരം അധികാരം നൽകിയ ദൈവത്തെ മഹത്വപ്പെടുത്തി. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, യേശു തമ്പുരാൻ തൻ്റെ പരസ്യ ജീവിത കാലത്ത് രോഗികൾക്ക് സൗഖ്യം കൊടുത്തുകൊണ്ട് വരുന്ന പശ്ചാത്തലത്തിൽ അതിനെക്കുറിച്ച് കേട്ടറിഞ്ഞ ആളുകൾ ഒരു തളർവാദ രോഗിയെ കട്ടിലെടുത്തുകൊണ്ട് വരികയാണ് യേശു ഇരുന്ന ആ ഭവനത്തിലേക്ക്. മർക്കോസ് സുവിശേഷകൻ വിവരിക്കുന്നത് നാടകീയമായ രംഗമാണ്. ജനക്കൂട്ടം നിമിത്തം യേശുവിൻ്റെ അടുത്ത് ഈ തളർവാദ രോഗിയെ എത്തിക്കുവാൻ കഴിയാത്തതിനാൽ കൊണ്ടുവന്ന ആളുകൾ യേശു ഇരുന്ന ഭവനത്തിൻ്റെ മേൽക്കൂര മാറ്റി, മേൽക്കൂരയെന്ന് പറയുമ്പോൾ ഇന്ന് കാണുന്നത് പോലെയുള്ള സംവിധാനമല്ല, വാർത്ത കെട്ടിടമോ അതുപോലെയുള്ള സംവിധാനവുമല്ല. അതിൻ്റെ കൂര എത്രയും പെട്ടെന്ന് എടുത്ത് മാറ്റാവുന്ന രീതിയിലുള്ള സംവിധാനമായിരുന്നു എന്നുകൂടി നാം മനസ്സിലാക്കണം. എന്നാൽ അതിൻ്റേതായ ഒരു പ്രവൃത്തി ചെയ്യുവാൻ ആ തളർവാദ രോഗിയെ കൊണ്ടുവന്ന ആളുകൾ പരിശ്രമിക്കുകയാണ്. കട്ടിലിനോടുകൂടി ആ രോഗിയെ യേശുവിൻ്റെ സാന്നിധ്യത്തിലേക്ക് എത്തിച്ചപ്പോൾ അവൻ സൗഖ്യം പ്രാപിക്കുന്നതായി നാം കാണുകയാണ്. മത്തായി സുവിശേഷകൻ യേശു തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തി എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. മർക്കോസ് സുവിശേഷകൻ അങ്ങനെ കൊണ്ടുവന്ന ആളുകളുടെ വിശ്വാസം കണ്ടുകൊണ്ട് ആ രോഗിക്ക് സൗഖ്യം നൽകുന്നു. കാരണം തളർന്നു കിടക്കുന്നവന് പരസഹായം കൂടാതെ ഒന്നും ചെയ്യാനാവില്ല. ആ പരസഹായം അവന് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവനെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരുമ്പോൾ അതിന് അവരെടുക്കുന്നതായ പരിശ്രമങ്ങൾ തങ്ങളുടെ സൗഖ്യമല്ല, മറ്റൊരാൾക്ക്, തളർന്നു കിടക്കുന്ന ആളിന് സൗഖ്യം ലഭിക്കുന്നതിന് വേണ്ടി അവനെ കട്ടിലെടുത്തുകൊണ്ട് വന്ന് യേശു ഇരുന്ന ആ മുറിയുടെ മുകളിലത്തെ കൂര മാറ്റി അവനെ കട്ടിലിലൂടെ താഴേക്കിറക്കുമ്പോൾ ആ കൊണ്ടുവന്ന ആളുകളുടെ പരിശ്രമം കണ്ട് യേശു അവനെ സൗഖ്യപ്പെടുത്തുന്നതായി നാം കാണുകയാണ്. സംഭവത്തിൻ്റെ ആധ്യാത്മിക മൂല്യത്തിനാണ് മത്തായി ശ്ലീഹ പ്രാധാന്യം കൊടുക്കുന്നത്. അല്ലാതെ
അവർ നടത്തിയ പരിശ്രമങ്ങളല്ല. ഇവിടെ രണ്ടും ആവശ്യമാണ്. മറ്റൊരാൾ എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള എൻ്റെ അയൽവക്കത്ത് താമസിക്കുന്ന ആൾ, എൻ്റെ ഭവനത്തിൽ താമസിക്കുന്ന ആളിനെ തമ്പുരാൻ്റെ സന്നിധിയിൽ സൗഖ്യം നൽകുവാൻ നിയോഗിക്കപ്പെട്ട ആളുകളുടെ സന്നിധിയിൽ, അത് ഡോക്ടേഴ്സാകട്ടെ വൈദികരാകട്ടെ, അവരുടെ സന്നിധിയിൽ കൊണ്ടെത്തിക്കുക മറ്റുള്ളവരുടെ കടമയാണ്. അവിടെയും ഈ തളർന്നു കിടക്കുന്ന ആളിൻ്റെ ആവശ്യമാണ് നമ്മുടെ ആവശ്യത്തെക്കാൾ വലുത് എന്നുള്ള വിശാല മനോഭാവത്തിൽ പ്രവർത്തിക്കുവാനുള്ളവരാണ് നാം. പാപങ്ങൾ മോചിക്കുവാനുള്ള അധികാരത്തിലും അത് ചെയ്യുന്നവൻ്റെ വ്യക്തിത്വത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസത്തിനും വലിയ പ്രാധാന്യമുണ്ട്. രോഗിയുടെയും രോഗി കൊണ്ടുവരുന്നവരുടെയും വിശ്വാസം കാണാൻ കഴിവുള്ളവനാണ് യേശു. ഉള്ളും അറിയുന്നവനാണ് യേശു. സംഭവത്തിൻ്റെ വിവരണത്തിൽ അത്ഭുതത്തിൻ്റെ സ്ഥാനം പിറകിലാണ്. അത്ഭുതം പ്രവർത്തിക്കുന്നത് ഒടുവിലാണ്. ധൈര്യമായിരിക്കുക എന്ന സാന്ത്വന വചസ്സ് യേശുവിൻ്റെ സാന്നിധ്യം നൽകുന്ന ആശ്വാസവും സ്വസ്ഥതയുമാണ് സൂചിപ്പിക്കുക. വെള്ളത്തിന് മീതെ നടന്നു വരുന്ന യേശു ശിഷ്യന്മാരുടെ ഇതേ വാക്ക് തന്നെ പറയുന്നുണ്ടല്ലോ, ധൈര്യമായിരിക്കുവേൻ, ഭയപ്പെടേണ്ട, ഞാനാണ്. മത്തായിയുടെ സുവിശേഷം 14-ാം അധ്യായം 32-ാം വാക്യത്തിൽ, ധൈര്യമായിരിക്കുവേൻ, ഞാനാണ്, ഭയപ്പെടേണ്ട. പാപികളെ സ്വീകരിക്കുകയും അവർക്ക് പാപമോചനം നൽകുകയും ചെയ്യുന്ന യേശു യഹൂദരുമായി വിവാദത്തിൽ എത്തിച്ചേരുക സ്വാഭാവികമാണ്. പാപികളോടുള്ള യേശുവിൻ്റെ സമീപനം അവർക്ക് അംഗീകരിക്കുവാൻ ആവുന്നില്ല. യേശുവിലൂടെ മനുഷ്യർക്ക് ലഭ്യമാകുന്ന ദൈവകൃപ മനസ്സിലാക്കുവാൻ നിയമജ്ഞർക്ക് കഴിയുന്നില്ല. യേശു തളർവാദ രോഗിയുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ അവൻ്റെ മാനസിക അവസ്ഥയിൽ വരുന്ന മാറ്റം നമുക്ക് കണ്ടെത്താൻ കഴിയുന്നു. അവന് ശാരീരികമായ സൗഖ്യം നൽകുന്നതിന് മുമ്പാണ് അവൻ്റെ പാപങ്ങൾ ക്ഷമിക്കുന്നത്. അതവന് പ്രതീക്ഷിക്കാവുന്നതിൽ അപ്പുറമായ ഒരു നന്മയാണ്. ദൈവകൃപ അവനിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. പാപങ്ങൾ മോചിക്കുവാനുള്ള തൻ്റെ ശക്തി വെളിപ്പെടുത്തുന്നതിന് യേശു ഈ അവസരം ബോധപൂർവം ഉപയോഗിക്കുകയായിരുന്നു. ശാരീരികമായ സ്വാസ്ഥ്യം നൽകുന്നതിന് ഒരുക്കമായി യേശു അവന് ആന്തരികമായ സൗഖ്യം നൽകുകയായിരുന്നു. അത് ദൈവത്തിന് മാത്രം നൽകുവാൻ കഴിയുന്ന ഒന്നായിരുന്നു. ആ വസ്തുത വെളിപ്പെടുത്തുന്നതിനാണ് യേശു ഇക്കാര്യം പരസ്യമായി പറയുന്നത്. പാപം മോചിക്കപ്പെട്ടോ എന്നറിയാൻ സാധാരണഗതിയിൽ തെളിവുകളൊന്നും ആവശ്യമില്ല. യേശുവിൻ്റെ പ്രവൃത്തി ദൈവശാസ്ത്രപരമായ വിവാദമുയർത്തി. ഇവൻ ദൈവദൂഷണം പറയുന്നു. മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 3-ാം വാക്യം, നിങ്ങൾ ഹൃദയത്തിൽ തിന്മ വിചാരിക്കുന്നതെന്ത്? ഈശോ അവരോട് ചോദിക്കുകയാണ്. യേശു പാപം മോചിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്യുന്നത് സ്വന്തം അധികാരം ഉപയോഗിച്ചാണ്. അത്ഭുതകരമായ രോഗത്തിലും പാപമോചനവും യേശുവിൻ്റെ വ്യക്തിത്വത്തിലേക്ക് വെളിച്ചം വീശുന്നു. ഭൂമിയിൽ പാപങ്ങൾ മോചിക്കുന്നതിന് മനുഷ്യപുത്രന് എന്ന് വിശേഷിപ്പിക്കപ്പെടുമ്പോൾ വാനമേഘങ്ങളിൽ മഹത്വത്തോടെ വരുവാനിരിക്കുന്ന മനുഷ്യപുത്രനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ദാനിയേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 13-ാം വാക്യത്തിൽ അത് നാം വായിക്കുന്നുണ്ട്. യേശുവിൽ രക്ഷകനെയോ
ദൈവത്വത്തെയോ അംഗീകരിക്കാൻ തയ്യാറാകാത്ത നിയമജ്ഞർ തങ്ങളുടെ ഹൃദയം കഠിനമാക്കുമ്പോൾ ദൈവസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ ഭയഭക്തിയോട് നിൽക്കുന്ന ഒരു ജനക്കൂട്ടത്തെ നാം കാണുന്നു. ജനക്കൂട്ടം ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി. പാപമോചനാധികാരം, രോഗസൗഖ്യ അധികാരം എന്നിവ ശിഷ്യന്മാർക്ക് ഈശോ നൽകിയപ്പോൾ തന്നെ ദൗത്യത്തിൽ ഈശോ അവരെ പങ്കുകാരാക്കുകയായിരുന്നു. രോഗസൗഖ്യം നൽകുമ്പോഴും ശിഷ്യർക്ക് അധികാരം നൽകുമ്പോഴും യേശുവിൻ്റെ വിമോചന ദൗത്യം യഹൂദരുടെ പ്രതീക്ഷയിൽ ഒരു ഐഹിക രാജ്യം സ്ഥാപിക്കലല്ല, പ്രത്യുത മനുഷ്യൻ്റെ സമഗ്രമായ വിമോചനമാണ്. വേദന അനുഭവിക്കുന്ന സഹോദരന് നേരെ ഹൃദയാലുവാകുക, പങ്കുവയ്ക്കുക, ഉപകാരിയാവുക, ഈ കാര്യങ്ങൾ നാം നിറവേറ്റേണ്ടതാണ്. ഒന്ന്, ഹൃദയാലുവാവുക, നമ്മുടെ ഹൃദയം അലിയണം. പങ്കുവയ്ക്കുക, നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുക. ഗീവ് ടിൽ ഇറ്റ് ഹേർട്സ് യു. പങ്കുവയ്ക്കുന്നതിൻ്റെ കുറവ് നമുക്ക് അനുഭവപ്പെടുമ്പോഴാണ് അതിൻ്റേതായ ഒരു സംതൃപ്തി നമുക്ക് ലഭിക്കുക. അടുത്തതായി, ഉപകാരിയാവുക. ആരെയെങ്കിലും സഹായിക്കാത്ത ഒരു ദിവസവും നമുക്കുണ്ടാകരുത്. യുവർ നീഡ് ഈസ് മോർ ഇമ്പോർട്ടൻ്റ് ദാൻ മൈ നീഡ്. മറ്റുള്ളവരുടെ അത്യാവശ്യത്തിൻ്റെ മുമ്പിൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ ഒന്ന് മാറ്റിവെക്കാവുന്നതാണ് എന്ന ഒരു ചിന്തയിലേക്ക് നാം കടന്നു വരണം. നമ്മുടെ നന്മ പ്രവൃത്തികൾ വഴി മറ്റുള്ളവരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുക. മാനുഷികമായ കുറുക്കു വഴികളോ ഒറ്റമൂലികളോ നോക്കാതെ സത്യദൈവവും സത്യമനുഷ്യനുമായ ഈശോയിൽ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ ഇറക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്നാണല്ലോ അവിടുന്ന് പറയുന്നത്. ജീവിത പ്രതിസന്ധികളിൽ തകരാതെ പ്രത്യാശ നൽകുവാനും കൈപിടിച്ചുയർത്തുവാനും അനുകമ്പാർദ്രമായ ഹൃദയത്തോടെ കൂടെ നിൽക്കുവാനും സ്നേഹിതർക്ക് സാധിക്കണം. ദൈവത്തിൻ്റെ ശക്തിയാൽ കുറ്റം കണ്ടുപിടിക്കുന്ന, സ്വയമേവ നീതിമാരെന്ന് കരുതുന്ന നിയമജ്ഞരുടെ കാപട്യം നിറഞ്ഞ മനോഭാവം, പാപങ്ങൾ ക്ഷമിച്ച് രോഗങ്ങൾ സുഖപ്പെടുത്തുന്ന ഈശോ തൻ്റെ ദൗത്യം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് സഭയിലൂടെ. പരിപൂർണ സൗഖ്യത്തിൻ്റെ തെളിവ് പോലെ എഴുന്നേറ്റ് കട്ടിലുമായി വീട്ടിലേക്ക് പോകുവാൻ നിർദ്ദേശം നൽകുന്ന കർത്താവ് പാപത്തെ വെറുക്കുകയും പാപികളെ സ്നേഹിക്കുകയും ചെയ്യുന്നവനാണ് എന്നുകൂടി നാം മനസ്സിലാക്കണം. സൗഖ്യം വിശ്വാസ സമൂഹത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. ഒരു സമൂഹം മുഴുവൻ വിശ്വാസത്തോടെ തളർവാദ രോഗിയെ അതിസാഹസികമായ രീതിയിൽ ഈശോയുടെ അടുക്കൽ കൊണ്ടുവന്നു. വിശ്വാസത്തിൻ്റെ തീവ്രത ഈശോ പാപമോചനം നൽകുവാൻ തന്നെ പ്രേരിപ്പിക്കുകയാണ്. പാപത്തിൻ്റെ ഫലമാണ് രോഗം എന്ന യഹൂദ ചിന്ത ഈശോ തിരുത്തി എഴുതുന്നു. ദൈവത്തോടും മനുഷ്യരോടും പ്രകൃതിയോടും തന്നോട് തന്നെയുമുള്ള അനൈക്യം മാനസിക ശാരീരിക തളർവാദത്തിന് കാരണമാകും. സഭയിലൂടെ തുടരുന്ന പാപമോചനം മിശിഹാ തൻ്റെ രക്ഷാകര വ്യാപാരങ്ങളിലൂടെ പ്രാവർത്തികമാക്കിയ പാപമോചനം തൻ്റെ സഭയിലൂടെ തുടരുകയാണ്. ആത്മീയ സൗഖ്യം ശാരീരിക സൗഖ്യത്തിന് വഴിമാറിക്കൊടുക്കുകയാണ്. പാപം ഒരുവൻ്റെ ആത്മീയ ശാരീരിക സ്വാതന്ത്ര്യത്തെ നശിപ്പിക്കുകയാണ്. എനിക്കിഷ്ടമുള്ളതുപോലെ ജീവിക്കുന്നു എന്ന് പറയുവാനുള്ളതല്ല സ്വാതന്ത്ര്യം. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യേണ്ടതുപോലെ
ചെയ്യുക എന്നുള്ള ആ സ്വാതന്ത്ര്യമുള്ള മക്കളായി നാം മാറണം. ആത്മീക വിമോചനത്തിലൂടെ ശാരീരിക വിമോചനം ലഭിക്കുന്നു. ഹെൽത്തി മൈൻഡ് ഇൻ എ ഹെൽത്തി ബോഡി. ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യമുള്ള ഹൃദയം വസിക്കുകയുള്ളൂ. അത്ഭുത പ്രവൃത്തിയിലൂടെ തന്നെ മഹത്വം ഈശോ സ്ഥിരീകരിക്കുന്നു. അത്ഭുതങ്ങളിലൂടെയും അടയാളങ്ങളിലൂടെയും കാര്യങ്ങൾ സ്ഥിരീകരിക്കുന്ന യേശുവിനെ നാം കാണുകയാണ്. പാപമോചനം ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്. അത്ഭുത പ്രവൃത്തിയിലൂടെ തന്നെ ദൈവത്വം ഈശോ സ്ഥിരീകരിക്കുന്നു. സൗഖ്യം സ്വീകരിക്കുന്നതോടൊപ്പം ദൈവം നൽകുന്ന പാപമോചനവും നമ്മെ സമഗ്രമായ സൗഖ്യത്തിലേക്ക് നയിക്കുന്നു. നോമ്പ് ആത്മീയ തളർവാദ രോഗം മാറ്റുന്നു. പശ്ചാത്താപത്തിലൂടെ പാപമോചനത്തിന് നോമ്പ് വഴി തുറക്കുന്നു. ശാരീരിക ആത്മീയ സൗഖ്യം നോമ്പിലൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഒരുമിച്ചുള്ള കരുതലുള്ള പരിശ്രമമാണ് വ്യക്തികൾക്ക് സൗഖ്യം നൽകുന്നത്. വീണവനെ താങ്ങി എഴുന്നേൽപ്പിക്കുവാൻ സമൂഹത്തിന് സാധ്യതയുണ്ട്. ദൈവസ്നേഹത്താൽ പ്രചോദിതമായ ഉപവിപ്രവർത്തനങ്ങൾക്ക് നോമ്പുകാലം നമ്മെ ക്ഷണിക്കുകയാണ്. കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവനല്ല, കർത്താവിൻ്റെ ഇഷ്ടമെന്താണെന്ന് അറിഞ്ഞ് പ്രവർത്തിക്കുന്നവനാണ് ദൈവരാജ്യത്തിന് അവകാശി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കർത്താവിൻ്റെ ഇഷ്ടം നാം മറ്റുള്ളവരിൽ മനസ്സിലാക്കുന്നത്? അവരുടെ രോഗാവസ്ഥയിൽ, അവരുടെ വേദനകളിൽ, അവരുടെ പ്രയാസങ്ങളിൽ, അവരുടെ കഷ്ടപ്പാടുകളിൽ, അവരുടെ കണ്ണുനീരിൽ, തെറ്റിദ്ധാരണകളിൽ ഒക്കെ അവരെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം എന്നെ നിർബന്ധിക്കുകയാണ് അവർക്ക് സൗഖ്യം നൽകുവാൻ. എന്നെപ്പോലെ ജീവിക്കുവാൻ അവകാശമുള്ള സമൂഹത്തിൽ മറ്റുള്ളവരും ജീവിക്കണം, മനുഷ്യരായി ജീവിക്കണം, മാനുഷിക പരിഗണനകളോടുകൂടി ജീവിക്കണം. സമൂഹത്തിൽ ഇന്ന് വിവിധ തരത്തിലുള്ള രോഗങ്ങൾ, വൈറസുകളൊക്കെ ബാധിച്ചുകൊണ്ട് മനുഷ്യൻ വളരെയധികം പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ ഈ പ്രകൃതിയോട് മനുഷ്യൻ ക്രൂരത കാണിക്കുവാൻ പാടില്ല. മണ്ണിനെയും മരങ്ങളെയും പറവകളെയും മൃഗങ്ങളെയും മനുഷ്യരെയും സ്നേഹിച്ചുകൊണ്ടുള്ള ഒരു സ്നേഹ സംസ്കാരത്തിന് രൂപം കൊടുക്കുമ്പോൾ ഈ പ്രകൃതി പോലും തമ്പുരാൻ്റെ സാന്നിധ്യത്തിൽ സന്തോഷിക്കുന്നതായി കാണുമ്പോൾ നദികൾ വറ്റിപ്പോകുന്നതായും മരങ്ങൾ മുറിച്ചു മാറ്റപ്പെടുന്നതായും കുന്നുകൾ നിരപ്പാക്കപ്പെടുന്നതായും ബഹുനില കെട്ടിടങ്ങൾ ഉയർന്നു വരുന്നതായുമുള്ള പശ്ചാത്തലത്തിൽ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ നാം ആരും ഒന്നും കൊണ്ടുവന്നില്ല. ഈ ലോകത്തെ വിട്ട് പോകേണ്ടവരാണ്. പോകുമ്പോൾ നമുക്കാർക്കും ഒന്നും കൊണ്ടുപോകാനും ആവില്ല. ഇന്ന് നമുക്കുള്ളത് ദൈവത്തിൻ്റെ ദാനമാണ്. അത് ദാനമാകുവാൻ, ദാനമേകുവാൻ ദൈവം നൽകുന്ന അവസരമായി കണ്ടുകൊണ്ട് ഉപവിയുടെ പ്രവർത്തനങ്ങൾ ഈ നോമ്പ് കാലത്ത് കൂടുതൽ വർദ്ധിപ്പിക്കുവാൻ നാം ആത്മാർത്ഥമായി പരിശ്രമിക്കണം. അതിന് നമ്മുടെ പ്രവൃത്തികൾക്ക് ശക്തി ലഭിക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്ന സമൂഹമായി നാം മാറണം. ദൈവത്തെ സ്തുതിച്ചുകൊണ്ട്, അനുതപിച്ചുകൊണ്ട്, നമ്മുടെ ആവശ്യങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട്, എല്ലാം നന്മയ്ക്കായി ചെയ്തു തരുന്ന നന്മസ്വരൂപിയുടെ സന്നിധിയിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിക്കുക എന്നുള്ളതാണ്
ഈ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത്, ജീവിക്കുന്നുവെന്നാൽ ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നുവെന്ന് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ ഇന്ന് ക്രിസ്തു ജീവിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ, ഹൃദയത്തിൽ, കുടുംബത്തിൽ, കൂട്ടായ്മയിലാണ് എന്നുകൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുമ്പോൾ എന്തെല്ലാം പ്രതിസന്ധികൾ നേരിട്ടാലും ഹൂ ക്യാൻ സെപ്പറേറ്റ് മീ ഫ്രം ദ ലവ് ഓഫ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ അകറ്റുവാൻ ആർക്ക് കഴിയും? ഈ ഒരു ഉറച്ച ബോധ്യത്തിൽ നിൽക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകൾ സഹായമാകട്ടെ. കാരുണ്യപ്രവർത്തികളിലൂടെ സഹോദരങ്ങളോട് ചേർന്ന് നിൽക്കുവാനും ഈ നോമ്പുകാലം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. വാസ്തവത്തിൽ ഒരു തളർവാദ രോഗിയെ 4 പേർ ചേർന്ന് കട്ടിലെടുത്തുകൊണ്ട് ഈശോയുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ആ രോഗിയെ സൗഖ്യപ്പെടുത്തുവാനുള്ള കഴിവ് യേശുവിനുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ഔദാര്യത്തോടുകൂടി പ്രവർത്തിക്കുന്ന ആളുകളെ കാണുമ്പോൾ സമൂഹത്തിൽ ഇന്ന് വിവിധ പ്രശ്നങ്ങളാൽ കഴിയുന്ന ആളുകളെ അനുദിനം നമ്മുടെ ഹൃദയമാകുന്ന അൾത്താരയിൽ എടുത്ത് തമ്പുരാന് സമർപ്പിച്ചുകൊണ്ട് കാഴ്ചയപ്പവും വീഞ്ഞും ആസ്വദിച്ച് അവിടുത്തെ ശരീര രക്തങ്ങളാക്കി മാറ്റുമ്പോൾ ഈ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്ന നാം, ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി പ്രവർത്തിക്കുന്നവരായ നാം വളരെ ബോധപൂർവമായി നമ്മുടെ കടമകൾ അഭംഗുരമായി നിറവേറ്റുന്നത് ഏറ്റവും വലിയ ഈശ്വര ആരാധനയാണ് എന്ന മനോഭാവത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം അനുഗ്രഹം നൽകട്ടെ. ഈ നോമ്പുകാലം എല്ലാ തളർച്ചയിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാൻ സഹായകമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മുടെ എല്ലാ മേഖലകളെയും സ്പർശിച്ച് അനുഗ്രഹിച്ച് മേലിൽ പാപം ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അനുഗ്രഹിച്ചയക്കുമ്പോൾ തമ്പുരാൻ്റെ കാരുണ്യം കൂടുതൽ അനുഭവിക്കുവാനും എല്ലാ തളർച്ചകളിൽ നിന്നും നമ്മെ മോചിപ്പിച്ച് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരുവാനും ദൈവം ഇടം നൽകട്ടെ.